മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ സലിംകുമാറിനെ അന്ത്യയാത്രാമൊഴി നൽകാൻ ഇന്നലെ വൈകിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന്റെ വസതിയായ ലോഫിംഗ് വില്ലയിലേക്ക് എത്തിയത്. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ അന്ത്യകർമ്മങ്ങൾ ആരംഭിച്ചപ്പോൾ വികാരനിർഭരമായ നിമിഷങ്ങളാണ് അവിടെ അരങ്ങേറിയത്. മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ ഒന്നും വേണ്ടെന്ന് നേരത്തെ തന്നെ സലിംകുമാർ കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം വീടിന്റെ മുറ്റത്താണ് അന്ത്യവിശ്രമത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നത്. എന്നാൽ അവസാനമായി പ്രിയ താരത്തെ കാണാനെത്തിയ ജനക്കൂട്ടവും ദൃശ്യങ്ങൾ പകർത്താൻ എത്തിയവരുടെ തിരക്കും ഈ ചടങ്ങുകൾക്ക് തടസ്സമായി മാറുകയായിരുന്നു. ക്യാമറകളും മൊബൈൽ ഫോണുകളും ഉയർത്തിപ്പിടിച്ച് കൂടുതൽ അടുത്തേക്ക് വരാനാണ് എല്ലാവരും ശ്രദ്ധിച്ചത്. അതോടെ ഗാർഡ് ഓഫ് ഓണർ നൽകാനെത്തിയ പോലീസുകാർക്ക് പോലും ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതിനിടെയാണ് സലിംകുമാറിന്റെ മകൻ ചന്തു വികാരാധീനായി പ്രതികരിക്കുന്നത്. കുടുംബത്തിലുള്ളവർക്ക് അച്ഛനെ അവസാന ചുംബനം നൽകാനും ചടങ്ങുകൾ നടത്താനും പോലും പ്രയാസമുണ്ടായ സാഹചര്യത്തിൽ തിരക്ക് നിയന്ത്രിക്കാൻ അദ്ദേഹം പലതവണ അപേക്ഷിച്ചെങ്കിലും അത് ഫലം കണ്ടില്ല. ഒടുവിൽ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ട ചന്തു എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിറകണ്ണുകളോടെ ഉച്ചത്തിൽ പ്രതികരിക്കുകയായിരുന്നു. അമ്മയും ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്നാണ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്. ഈ രംഗങ്ങളിലെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ ചന്തുവിനെ പിന്തുണച്ചു തന്നെയാണ് മിക്കവാറും ആളുകൾ രംഗത്ത് വന്നത്. പൊതുദർശനം ജനങ്ങൾക്കായി ഒരുക്കിയതാണ്. പക്ഷേ കുടുംബത്തിന് അവരുടെ പ്രിയപ്പെട്ടവരോടൊപ്പം അവസാനമായി ചില സ്വകാര്യ നിമിഷങ്ങൾ ലഭിക്കേണ്ടത് ഒഴിവാക്കാൻ പറ്റില്ല. വേദനയുടെ നിമിഷങ്ങളിലും സ്വകാര്യതയെ മാനിക്കണം. മനസ്സ് തകർന്ന അവസ്ഥയിലാണ് ചന്തു പ്രതികരിച്ചത് എന്നിങ്ങനെയാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഒരാളുടെ കുടുംബത്തിലേക്കുള്ള അനാവശ്യ ഇടപെടലുകളും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവും മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങളോടും സ്വാതന്ത്ര്യത്തോടും ഉള്ള ഒരു വെല്ലുവിളിയാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒന്നാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശം. ഒരാളുടെ അനുമതിയില്ലാതെ അയാളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് നിയമ നടപടികൾക്ക് കാരണമാകാം. ഒരാളുടെ സ്വകാര്യത ലംഘിച്ച് ചിത്രങ്ങളും വീഡിയോകളും പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. ഇതൊക്കെ മാധ്യമങ്ങളും ചാനലുകളും ഓൺലൈൻ മീഡിയകളും അവരുടെ റിപ്പോർട്ടർമാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങളാണ്. 1997 നടൻ സുകുമാരൻ അന്തരിച്ചപ്പോൾ അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കണ്ടപ്പോൾ ആർപ്പ് വിളിക്കുകയും ബഹളം വെക്കുകയും ചെയ്തിരുന്നു. അതൊരു മരണവീടാണെന്ന ബോധം പോലും ഇല്ലാതെയാണ് അന്ന് ജനക്കൂട്ടം പെരുമാറിയത്. ആ സംഭവം നടന്നിട്ട് 30 വർഷങ്ങളാകാൻ പോകുമ്പോഴും മരണവീട്ടിലെത്തിയ മലയാളികൾ, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ പെരുമാറുന്നത് വലിയ മാറ്റമൊന്നും ഇല്ലാതെ തന്നെയാണ്. സലിംകുമാറിന്റെ സംസ്കാര ചടങ്ങിനിടയിലെ കാഴ്ചകൾ വിളിച്ചു പറയുന്നതും അതുതന്നെയാണ്. കയ്യിലൊരു ക്യാമറയും മൊബൈൽ ഫോണും മൈക്കുമായി ആരുടെയും സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുന്ന ചില മുഖ്യധാര മാധ്യമങ്ങളും ഓൺലൈൻ ചാനലുകളും യാതൊരുവിധ മര്യാദയും പാലിക്കുന്നില്ല എന്നതാണ് സത്യം. ചന്തുവിന്റെ പ്രതികരണത്തിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ മരണവീട്ടിൽ പരിസര ബോധമില്ലാതെ പെരുമാറുന്ന ഇത്തരക്കാർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. ശരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ഇടങ്ങളിൽ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ്. ലോക വാർത്തകളും മറ്റുള്ള സാമൂഹിക കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മാധ്യമങ്ങളെ മൊത്തത്തിൽ ആരും കുറ്റപ്പെടുത്തില്ല. എന്നാൽ മരണം പോലെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഇതേ മാധ്യമങ്ങൾ ചെയ്യുന്നത് കുറ്റകരമായ ചില കാര്യങ്ങളാണ്. വീഡിയോ ദൃശ്യങ്ങൾ തങ്ങളുടെ ചാനലുകളിലേക്ക് എത്തിക്കാൻ റിപ്പോർട്ടർമാരും ക്യാമറാമാന്മാരും മത്സര ബുദ്ധിയോടെയാണ് പ്രവർത്തിക്കുന്നത്. അതിന് അവരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യവുമില്ല. ചാനൽ മുതലാളിമാർ അല്ലെങ്കിൽ ചീഫ് എഡിറ്ററൊക്കെ അവരിൽ അത്രയ്ക്ക് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. മറ്റൊരു ചാനൽ വന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ട് നീ അത് എടുത്തില്ല എന്നായിരിക്കും അവരുടെ ചോദ്യം. രാവിലെ മുതൽ കയ്യിൽ ചായക്കപ്പം പിടിച്ച് ഓടി നടന്ന് ധാർമ്മികത പ്രസംഗിക്കുന്ന ഇവർ ആദ്യം വീഡിയോ കിട്ടിയില്ലെങ്കിൽ സ്റ്റാഫിനെ കണക്കിന് തെറിയും വിളിക്കും. പണ്ട് ന്യൂസ് ചാനലുകൾ മാത്രം ആയിരുന്നെങ്കിൽ ഇന്ന് ഓൺലൈൻ മീഡിയകളും ഇറങ്ങിയിട്ടുണ്ട്. ഇരു കൂട്ടരും അധമമായ മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത്. സലിംകുമാറിന്റെ ഏത് കോമഡിയാണ് മനസ്സിൽ ആദ്യം വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നവനെ എന്താണ് പറയേണ്ടതെന്നറിയില്ല. സ്വകാര്യത എന്നത് ഒരു വ്യക്തിയുടെ കുടുംബത്തിന്റെ അവകാശമാണ്. അതിൽ കടന്നു കയറാതിരിക്കുക. തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഒക്കെ പ്രമുഖർ മരണപ്പെട്ടാൽ അവരുടെ വീടിന് പുറത്ത് മാധ്യമങ്ങൾക്കായി ഒരു പ്രത്യേക ഇടം ഒരുക്കും. സംസാരിക്കാൻ താല്പര്യമുള്ളവർ അങ്ങോട്ട് വന്ന് സംസാരിക്കും. അല്ലാതെ ആരുടെയും നേരെ ഇടിച്ചു കയറി മൈക്ക് വായിലേക്ക് കുത്തിക്കയറ്റി ചോദിക്കാറില്ല. ഇത്തരം സംസ്കാരശൂന്യമായ മാധ്യമ പ്രവർത്തനത്തിലൂടെ സംസ്കാര സമ്പന്നനെന്ന് സ്വയം വീമ്പിളക്കുന്ന മലയാളികൾ ഈ ലോകത്തിനു മുന്നിൽ പരിഹാസ്യരായി മാറുകയാണ്.